മുത്തോളീസാ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വീടുണ്ടല്ലോ, ഈ വീടിൻ്റെ നമ്മൾ ആർക്കാണോ അത് കൊടുക്കുന്നത് അവർ ഇന്നേ വരെ ഈ വീട് ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അവർ വരുന്നുണ്ട്, ഇന്ന് അവരെ കാണിക്കാൻ വേണ്ടി, അവർക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവരെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത് ആ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. ഓട്ടോറിക്ഷ കാണിച്ചു കൊടുക്കടാ, അത് വരുന്ന ഓട്ടോറിക്ഷയിൽ കേട്ടാ. എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഇറങ്ങിയാലല്ലേ ഇപ്പോൾ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പെര കാണാൻ വന്ന സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. അപ്പോളേ ഞാൻ ചോദിക്കട്ടെ, മറുപടി പറയും. ഈ വീട് എങ്ങനെയുണ്ട്? രസണ്ടാ? എന്തൊക്കെന്ന് പറഞ്ഞു? അല്ല, നിങ്ങൾ വിചാരിച്ച് നിങ്ങളിപ്പോ ഒരു വീട് വെക്കാന്ന് ഇത്ര വിചാരിച്ചില്ല. അപ്പൊ നമ്മൾ സക്സസ് ആണ്. അതുപ്പാ വരി, ഇങ്ങോട്ട് വരി. ഇതാട്ടെ ഈ സ്ഥലം തന്ന ആള് ഇതാട്ടാ. ഇയാളെ സ്ഥലത്താണ് നമ്മൾ വരാച്ചിട്ടുള്ളത്. ഇയാളാണ് ആ സ്ഥലം തന്നിട്ടുള്ളത്. പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, ഇന്നലെ ഞാൻ പള്ളിക്ക് ബസാറുള്ള ഒരു ഉമ്മ ഈ വീട്ടിലേക്ക് വേണ്ട നമ്മളെ മറ്റേ ടാങ്കില്ലേ, ആ ടാങ്ക്, അതേപോലെ ക്ലോസറ്റ്, പ്ലംബിങ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പൈപ്പ്, അതൊക്കെ പള്ളിക്ക് ബസാറുള്ള ഒരു ഉമ്മ ഇന്നലെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് അതിന്റെ പൈസ ഒക്കെ തന്നിക്കണം. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. അത് മാത്രമാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളുടെ ഈ വീടുമായി സഹകരിച്ചിട്ടുള്ള, നമ്മളെ ഈ വീടിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ അതിന്റെ കൂട്ടത്തിലെല്ലാം കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ കുറച്ച് ഞങ്ങൾക്കും അല്ലേ ഞങ്ങൾക്കും. അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള വീട്. ഇപ്പം ഇത്രയായി, തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പണികൾ ഒരു മാസം കൊണ്ട് തീർത്തിട്ട് കൂടിയിരിക്കൽ ഇവിടെ നമുക്ക് നടത്താം. ഇതിന് ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? അപ്പോഴേ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലെ സ്ട്രക്ചർ, ഇതാണ് ഇതിന്റെ ലുക്ക്. നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ വീട് ആദ്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഒന്നും മുഖത്ത് വരുന്നില്ലല്ലോ. ഉണ്ടോ? ഉണ്ടല്ലേ? അതെ, എന്നാലേ ഇവലൊന്ന് എടുത്തിട്ട് ഒന്ന് റൗണ്ട് അടുപ്പിച്ച് കൊണ്ടുവരേ, ഒന്ന് കാണിച്ചു കൊടുത്താളി ഉള്ളൊക്കെ. വരിക, നമ്മൾ വീടൊന്ന് കാണാം. മൂപ്പര് കയറാൻ കഴിയണില്ല, ആ സ്റ്റെപ്പിന്റെ പ്രശ്നമുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാതെ ഇതിൽ ചെയ്ത ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, സാധാരണ ഈ ഹൈറ്റിലേക്കാണ് വരിക. അപ്പൊ ഞാൻ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ഇതിപ്പോ അളവ് കറക്റ്റ് അല്ലേ? അത് ഞാൻ കണ്ടറിഞ്ഞിട്ടാണ്, ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാ വരി, കാണിച്ചു കൊടുക്ക, റൂമൊക്കെ കാണിച്ചു കൊടുക്കടാ. ഒരു റൂം അതാണ്, അതേപോലെ ഒരു റൂം ഇങ്ങേ പുറത്താണ്. ഇതാണ് ഹാള്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പോ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ ഇത് കിച്ചണ്. അപ്പൊ ഇത്രയൊക്കെയാണ് റൂം, വീട്. ഇനി എന്താ ഇതിലെന്താ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി. കോണിന് കയ്യ് അത് വെക്കും, അതെന്തായാലും വെക്കും. അതായത് ഇത് പൊതുവെ നമ്മളൊരു സ്ട്രക്ചർ ആക്കി ഇപ്പൊ തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ നടന്നു വരുന്ന ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ എന്തെങ്കിലും കൊടുക്കണം. എങ്ങനെ മനസ്സിലായില്ല? ഇങ്ങനെ സ്ലോപ്പ് ആക്കി കൊടുക്കല്ലേ? ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് പറ്റും. ഓക്കെ, സ്റ്റെപ്പ് ഇടാതെ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക, സ്ലോപ്പ് ആക്കി കൊടുക്കല്ലേ? ഓക്കെ ഡേ. അത് പിന്നെ അടുത്ത് പറയും. ഒക്കെ തെറ്റാണ്. ഇതുകൊണ്ട് ഹാപ്പിയാണ്. ജനല് തങ്ങൾക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഞാൻ കുറച്ച് വെച്ചിരിക്കണം. അതേപോലെ സ്വിച്ച് ബോർഡും ഹൈറ്റ് കുറച്ച് വെച്ചിരിക്കണം. ഇനി ബാത്റൂമിൻ്റെ ആ സ്ലോപ്പ് കൂടി ഇട്ടാൽ നിങ്ങൾ പറഞ്ഞേ ഓക്കെ. പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വീൽ ചെയർ ഇറക്കാനുള്ള സാധനം അതും കൊടുക്കാം. ഇതിന് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട്, അല്ല 2 മാസം ഒന്നും വേണ്ട, 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ വിളിക്കും. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ നമുക്ക് പാല് കാച്ചുക,
കുടിച്ചാ പിന്നെ ഞങ്ങൾ ഇവിടുന്നാണ് പോകും. പിന്നെ ഞങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. അർത്ഥണ്ടിടും, നാളെ മുറിച്ചാണ് ഇടും. ഞങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ മാത്രല്ല ഇതിന്റെ മുന്നുള്ള ആൾക്കാരായിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. ഞങ്ങൾ മുറിച്ചാണ് ഇട്ടിട്ട് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് തീരെ കടിച്ചോറില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് മുറിച്ചിടും. സന്തോഷം. അപ്പൊ എന്നാ ഒന്നുകൂടി പുറത്ത് കയറിക്കടാ, ഒരു കാണിച്ചു കൊടുക്കൽക്ക്. അടിപൊളി. സന്തോഷമായില്ലേ? ഹാപ്പി ആയില്ലേ? നിങ്ങൾ വിചാരിച്ച പോലെ കഴിക്കണല്ലോ അല്ലേ? അടിപൊളി. അപ്പൊ ഇതാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന്റെ പണി ഇതുവരെ ആയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ വീടിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ. ഇവർക്കാണ്, ഈ ഒരു കപ്പിൾസിനാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. മൂപ്പർക്കൊരു കാലില്ല, ഇവർ പിന്നെ നടക്കാനേ വയ്യ, നമ്മളിങ്ങനെ തൂക്കിയെടുത്തിട്ട് നടക്കണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിൽ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ സംഭവം. അല്ലാതിപ്പോ സെറ്റല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പണി? സൂപ്പർ ആയിരിക്കും, അടിപൊളിയല്ലേ? ആ അടിപൊളി. ഓൾക്ക് ഇനി ഒരു ഫോട്ടോ എടുക്കണമല്ലോ അല്ല വീടിന്റെ മുന്നിൽ നിന്ന്. അപ്പം ആ ഫോട്ടോ എടുത്തു കൊടുക്കുക. വരും കിട്ട്. ആ കുറച്ചുകൂടി മുന്നിൽ വെച്ചു. വീട് മുഴുവൻ കിട്ടണ്ടേ? ആ മതി, അടക്കട്ടെ. ആ ഇനിയിപ്പോ ഇന്നത്തെ സ്റ്റാറ്റസ് തേക്കാറല്ലേ? അപ്പൊ ഇനി നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോ അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് 3 സെന്റ് ഇങ്ങോട്ട് കെട്ടിയിട്ട് നമ്മളെ രജിസ്ട്രേഷൻ എന്തായി? ഒക്കെ റെഡിയാണ് അല്ലേ? നിങ്ങൾ വരിക, ഒപ്പിടുക, ഈ പേര് സ്ഥലം. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് മറ്റേ ഇനിയിപ്പോ വേറെ, കാരണം വേറെ നമ്മളിപ്പോ ഇതിന്റെ അടിയിൽ ആ രജിസ്റ്റർ ചെയ്യുന്ന ഒരാളുണ്ട്, അതിന് ഫണ്ടൊക്കെ ഇറക്കിയ ഒരാളുണ്ട്. മൂപ്പറ ഇതിന്റെ അടിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒപ്പാവും. നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് സെറ്റാക്കാം. ഓക്കെ? കരളിന്റെ